അടിച്ചു കയറിപ്പോ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. ഇതിനെയാണ് തേടിയ വള്ളി കാലി ചുറ്റുക എന്ന് പറയുന്നത്. നിന്നെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഡാഡിയുടെ മുന്നിൽ കൊണ്ടിടണമെന്നായിരുന്നു എന്റെ ലക്ഷ്യം. എന്റെ വീട്ടിലെ അവസ്ഥ കുറച്ചൊക്കെ നിനക്കറിയാവല്ലോ. ഡാഡിയുടെ മുന്നിൽ ഒരു വില കിട്ടാൻ ഇതൊക്കെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. എന്നോടൊന്നും തോന്നരുത്. മര്യാദയ്ക്ക് വണ്ടിയിൽ കയറിയ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നു പറയാൻ പറ്റില്ല. നിന്നെ കണ്ട് ഞാൻ പേടിക്കണമായിരിക്കും. നിന്നെയൊക്കെ ഞാൻ പേടിച്ചാലേ മരിച്ചു പോയെന്റെ അച്ഛൻ പോലും എന്നോട് ക്ഷമിക്കില്ല. ഞാനേ കാറി കയറാൻ പോകുന്നില്ല. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്. കല്യാണത്തിന് ശേഷം സ്ത്രീകളെ ഉപദ്രവിക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചതാ. നിന്റെ കാര്യത്തിൽ പൊളിയൊന്ന് തീരുമാനമായി. ഇത് നീ വരുത്തി വെച്ചാണെന്ന് മറക്കരുത്. എന്താ സാറേ, ഒരു പെൺകുട്ടിയെ നടരോടിനിട്ട് തല്ലാൻ മാത്രം തനിക്കത്രയ്ക്ക് ധൈര്യമായോ? നിങ്ങൾ ഇപ്പോഴാണോ വരുന്നേ? കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ ഇവൻ എന്നെ ഇടിച്ചൊരു പരുവാക്കേനെ. ഞങ്ങൾക്ക് എപ്പ വരണമെന്ന് കൃത്യമായി അറിയാം അല്ലേ സാറേ? താങ്ക് യു. ചേച്ചിയെ രക്ഷിക്കാൻ ഒരു വഴിയില്ലാന്ന് ആലോചിച്ച് ഞാൻ വിഷമിച്ചിരിക്കായിരുന്നു. അപ്പോഴാ കൃത്യമായിട്ട് നീ മുന്നേ വന്ന് ചാടുന്നേ. ഇനി നിന്റെ തന്തയോട് ഡീല് സംസാരിക്കാൻ എളുപ്പമായി. സഞ്ജുവിന് എത്ര വിശാല മനസ്സാന്ന് നോക്ക്. അവനെ തട്ടിക്കൊണ്ടുപോവാൻ സ്വന്തം വണ്ടി വരെ കൊണ്ടു തന്നു. എന്ത് നല്ല സഹകരണം. സൂരജേ, ഇവനെടുത്ത് ഡിക്കിയിലിട്ടേക്ക്. ഓ, ആ നശിച്ചവനെ കൊണ്ട് ഈ കുടുംബത്തിന് എപ്പോഴും ഉപദ്രവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അയ്യോ, അങ്ങനെ പറയല്ലേ ശാലിനി. സഞ്ജുനത് കേട്ട് വിഷമായി കേട്ടോ. എന്റെ മോനെ നീ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ച നിന്റെ ചേച്ചിയെ ഞാൻ കൊന്നുകളയും. അപ്പൊ പിന്നെ തന്റെ മോനെ ഞങ്ങള് മടിയിൽ കയറ്റിയിരുത്തി താരട്ട് പാടി ഉറക്കുവോ? അവന്റെ തല വെട്ടി തന്റെ വീടിന്റെ മുറ്റത്ത് ഞാൻ കൊണ്ടിടും. നിന്നെ ഞാൻ വെറുതെ വിടലടി. നിനക്ക് ഞാൻ ആരാന്നറിയില്ല. അറിയാമല്ലോ, കന്നാസ് ഗോപാലൻ. തന്റെ ചരിത്രമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ച് വെറുതെ സ്വന്തം തൊണ്ടയിൽ വെള്ളം വറ്റിക്കണ്ട. താൻ തന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് സംസാരിച്ചാ മതി. ഇപ്പൊ തന്റെ 2 മക്കളുടെയും ഭാവി എന്റെ കയ്യിലാ. സഞ്ജു ജീവിക്കണോ വേണ്ടോന്നും ശാലിനി ജയിലിൽ പോണോ വേണ്ടോന്നും ഞാൻ തീരുമാനിക്കും. എന്റെ ചേച്ചിയെ വെറുതെ വിടുമല്ലാതെ തന്റെ മുൻപിൽ വേറെ വഴിയൊന്നുമില്ല. എനിക്ക് ആലോചിക്കാൻ അല്പം കൂടെ സമയം വേണം. എത്ര സമയം വേണമെങ്കിലും എടുത്തോ. പക്ഷെ ഓരോ മണിക്കൂർ കഴിഞ്ഞ ഞാൻ സഞ്ജുവിന്റെ ഓരോ വിരല് വെട്ടിയെടുക്കും. അങ്ങനെ കയ്യിലെ കഴിഞ്ഞ
കാലിലെ തുടങ്ങും. അതും കഴിഞ്ഞ പിന്നെ കണ്ണ്, ചെവി, നാക്ക്, പിന്നെ തല. എല്ലാം കൂടി 24 മണിക്കൂറുണ്ട്. സമയമെടുത്ത് പതുക്കെ ആലോചിച്ചാ മതി. മിണ്ടല്ലേടാ. മോനെ സഞ്ജു. ഹേയ്, ഹലോ. നിങ്ങൾ എത്ര വലിയ അബദ്ധമാണ് ഈ കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ഡാഡി വിചാരിച്ച നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ കയറി പണിയാൻ പറ്റും. ഒറ്റ വെറുതെ വിടില്ല. മിണ്ടായിടാ. നിങ്ങളെല്ലാവരും ഇവളുടെ വാക്ക് കേട്ട് ഓരോന്നിനെ എടുത്ത് ചാടി പുറപ്പെടണ്ട. ഇവക്ക് ഞങ്ങളുടെ കുടുംബത്തോട് പകയുണ്ട്. അത് വീട്ടാൻ ഇവളെ ഏതറ്റം വരെയും പോവും. നിങ്ങൾ എന്തിനാ ഇതിനിടയപ്പെട്ട് പണി വാങ്ങുന്നത്? തമ്മിലടിപ്പിക്കാൻ നോക്കുന്നുടാ പുല്ലേ. നിനക്ക് ജസ്സിനെ അറിയാവോ? ആ മദ്യ ദുരന്തത്തിൽ മരിച്ചവനല്ലേ? അതെ, ഞങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരനായിരുന്നു അവൻ. അവന്റെ കുടുംബത്തിന് ഒരു കുറവ് ഉണ്ടാവരുതെന്ന് തീരുമാനിച്ചിട്ടാ ഇവൾ നിന്റെ വീട്ടിൽ ലെഡ്ജർ എടുക്കാനും ഗോപാലിനെ ഭീഷണിപ്പെടുത്താനും ഒക്കെ ഇറങ്ങി തിരിച്ചത്. ഇവൾക്ക് ഇതിന്റെയൊക്കെ എന്താവശ്യമുണ്ട്? ചുമ്മാ കൈയും കെട്ടി മാറിയെന്നാ പോരെ. പക്ഷേ അതല്ല മഹിമ. അവൾ കൂട്ടുകാർക്ക് വേണ്ടി കട്ടയ്ക്ക് നിൽക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇവളുടെ കൂടെ നിൽക്കും. നീ എന്തിനാടാ വെറുതെ അതിനെക്കുറിച്ചൊക്കെ ഇവനോട് സംസാരിക്കുന്നേ? കൂട്ടുകാരെന്ന് പറഞ്ഞ പാർട്ടി കൂടാനും വെള്ളം അടിക്കാനും മാത്രമാണെന്നാ ഇവന്റെ വിചാരം. ഇവൻ ആകെയുള്ള ഫ്രണ്ട് ആ സ്വപ്നയായിരിക്കും. ആണെങ്കി ഇപ്പൊ എന്താ? ഭാര്യ നല്ല ഫ്രണ്ടായി കണ്ടുകൂടെ? കണ്ടോ കണ്ടോ, അവളെ വിശ്വസിച്ചതിന് നീ ഇനിയും കുറെ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. സ്വപ്നയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയുണ്ടല്ലോ. നീ എന്ത് ചെയ്യൂടാ? ഏയ് വേണ്ട, ഒന്നുമില്ലെങ്കിലും നിന്റെ ചേച്ചിയെ രക്ഷിക്കാനുള്ള വഴി കിട്ടിയത് ഇവനീന്നല്ലേ? ഇവനെ വെച്ച ചേച്ചിയെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് ഇപ്പൊ എനിക്ക് ഉറപ്പില്ല. അതെന്താ മഹിമേ? ഗോപാലനെ ഇവനെ വലിയ കാര്യമൊന്നുമില്ല. ഇവനെ പോലൊരു വേസ്റ്റിനെ താങ്ങണ്ടെന്ന് ഗോപാലൻ അങ്ങ് തീരുമാനിച്ചാലോ? ഇവന് പകരം ശാലിനിയായിരുന്നു നമ്മുടെ കയ്യിലെങ്കിൽ നമുക്ക് കൂടുതൽ പ്രതീക്ഷ വെക്കായിരുന്നു. ഇവനെ കുരുതി കൊടുക്കാൻ ഗോപാലൻ തീരുമാനിച്ച അത്ഭുതപ്പെടുവൊന്നും വേണ്ട. ഡാഡി അങ്ങനൊന്നും ചെയ്യില്ല. ഞാൻ ഡാഡിയുടെ ഒരേ ഒരു മകനാ. ഇവൻ തട്ടിപ്പോട്ടെന്ന് ഗോപാലൻ വിചാരിച്ചാലും നിന്റെ കയ്യിൽ ആ ലെഡ്ജർ ഇല്ലേ, അത് വെച്ച് ശാലിനിയെ ജയിലിൽ അയക്കാൻ പറ്റുമെന്ന പേടിയുള്ളതുകൊണ്ടാ അയാളും മഞ്ജു ചേച്ചി ഒന്നും ചെയ്യാൻ. ഞാൻ സ്വന്തം തന്തയ്ക്ക് പോലും വേണ്ടാത്ത ജന്മമാണല്ലോടാ നീ. ഓട്ടങ്ങി ഇരുന്നോണം. നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ നീ എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാരും കൂടി നിനക്കൊരു ശിക്ഷ നടപ്പിലാക്കും. ഇത് കണ്ടല്ലോ,